ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ചാറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് നോക്കാം, നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ? അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? എയ്റ്റ് ഓഫ് കപ്പിന്റെ എനർജിയാണ്. അപ്പോൾ അവരിപ്പോൾ ആയിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറിപ്പോകാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ പ്രതീക്ഷകൾക്കൊത്ത് ചിലപ്പോൾ പലപ്പോഴും പല കാര്യങ്ങളും നടക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അവർ ഇപ്പോൾ നിങ്ങളോടൊപ്പം അല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ആണെങ്കിലോ നിങ്ങളുമായിട്ട് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ ആണെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ആദ്യം തന്നെ കാണുന്നത്. കാരണം അവർ ആഗ്രഹിച്ച വിശ്വസിച്ച കുറേ കാര്യങ്ങളെല്ലാം ഫേക്ക് ആയിരുന്നു എന്ന് അവർക്ക് ഈ ഒരു സമയമാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറിപ്പോകാൻ അവർ ആഗ്രഹിക്കുന്നു. ഹാങ്ഡ്മാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയമാണ് അവർക്ക് ഒരു ബുദ്ധി വരുന്ന ഒരു സമയമാണ്. അവർക്ക് കുറേ ലൈഫ് എക്സ്പീരിയൻസ് കിട്ടിയതിന് ശേഷമായിരിക്കും അവർക്ക് ഈ ഒരു ബുദ്ധി വരുന്നത് എന്നുള്ളതാണ്. ഇപ്പം ഒരു തിരിച്ചറിവിൻ്റെ ഒരു സമയമാണ് അവർക്ക്. അവർ ഒരു പോസ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ്, ഒരു സ്റ്റക്കായി നിൽക്കുന്ന എനർജിയാണ്. കാരണം ഈ തിരിച്ചറിവ് വന്നപ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ആ ഒരു സമയം അവർ തീർച്ചയായിട്ടും അവരായിരിക്കുന്ന ഒരവസ്ഥ വിട്ടുപോകാൻ തന്നെയാണ് അവർ നിർബന്ധിതരായിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ പലപ്പോഴും അവർക്കങ്ങനെ ആ ഒരു അവസ്ഥയിൽ തന്നെ നിൽക്കാനേ പറ്റുന്നുള്ളൂ. അവർക്ക് മൂവ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരും ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഒരു തിരിച്ചറിവ് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. തിരിച്ചറിവ് ഉണ്ടാകുന്നു, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് ഈ നിമിഷം അവർക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. 6 ഓഫ് കപ്പിന്റെ എനർജിയാണ്. തീർച്ചയായിട്ടും അവരൊരു തിരിച്ചറിവ് ആഗ്രഹിക്കുന്നു. ഇതൊരു നൊസ്റ്റാൾജിക് മെമ്മറീസ് ആണ്. പാസ്റ്റിൽ നിങ്ങളുമായിട്ടുള്ള ഒരു നല്ല മെമ്മറീസ് എല്ലാം അവർക്ക് അവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിച്ചതാകാം, ഒരുമിച്ച് നിങ്ങൾ യാത്ര ചെയ്തതാകാം. അപ്പോൾ ഇതിൽ കുറെ കാലം മുന്നേ ഉള്ള ഓർമ്മകൾ, നിങ്ങളുമായിട്ട് നല്ല ഒരു റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് വളരെയധികം സന്തോഷത്തിലിരുന്ന സമയത്തുള്ള കുറേ ഓർമ്മകൾ, നല്ല ഓർമ്മകൾ അവർ വീണ്ടും അവരുടെ മനസ്സിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് അവരിപ്പോൾ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ അവർക്ക് കംഫർട്ടബിൾ ആയിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അവിടെ വിട്ടു പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നത്. 7 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അപ്പോൾ ഒരു വെയിറ്റിംഗ് പീരീഡിലാണ് അവർ ഈ ഒരു സമയം. ഇപ്പോൾ നിങ്ങളെ പറ്റി അവർ ചിലപ്പോൾ തിരക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ട എന്തെങ്കിലും, പാസ്റ്റിൽ നിങ്ങൾ ആവശ്യപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തരണമെന്ന് അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. 4 ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. ഇപ്പോൾ ചില ആൾക്കാർ നിങ്ങളിലേക്ക് വരണമെന്ന് ഉള്ളൊരു തിരിച്ചറിവ് വരുമ്പോഴാണ് അവർക്ക് സമാധാനമായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റുന്നത്. ഇപ്പൊ ഒരു റെസ്റ്റ് എടുക്കുന്ന ഒരു എനർജിയാണ്. ഒരു റെസ്റ്റ്ലെസ് ആയിരുന്നുവെങ്കിൽ അവർക്ക് ആ ഒരു ഇതിൽ നിന്നും നിങ്ങളെന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് എത്തിയപ്പോൾ തന്നെ അവർ സമാധാനമായിട്ട് ഇരിക്കാൻ അവർക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അവർ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു എന്നാണ് കാണുന്നത്. 2 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. പക്ഷെ സ്റ്റിൽ ഒരു കൺഫ്യൂഷനും കൂടെ ഉണ്ട്. കാരണം ഇതിൽ രണ്ട് സിറ്റുവേഷനിൽ അവർ ഒന്ന് ജഗിൾ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പം അവിടെ ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് കംഫർട്ടബിൾ അല്ല താനും, പക്ഷെ ഇവിടോട്ട് അവർക്ക് എത്താനും പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് ഓവർ തിങ്ക് ചെയ്യേണ്ടുന്ന ഒരു സമയമാണ് അവർ. ചിലപ്പോൾ അവരുടെ വർക്ക് പ്ലേസിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആ പ്രശ്നത്തിൽ ഒരു കൺഫ്യൂഷനിലാണ് എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പം അത് എങ്ങനെ സോൾവ് ചെയ്യും എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനാണ്. അപ്പം കുറച്ചധികം പ്രശ്നങ്ങൾ ഇപ്പം ഈ ഒരു സമയത്ത് അവർക്കുണ്ട് എന്നാണ് കാണുന്നത്.
സിക്സ് ഓഫ് സോഡ്സിന്റെ എനർജിയാണ് ഇതിൽ. വീണ്ടും സിക്സ് വന്നിട്ടുണ്ട്, സിക്സ് ഓഫ് കപ്പും സിക്സ് ഓഫ് സോഡ്സും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇത് നിങ്ങളിലേക്കുള്ള ഒരു യാത്രയിലാണ് അവര്. നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വഞ്ചിയിലേക്ക് ഒരു കാലെടുത്ത് വയ്ക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അവര് ഇത്രയും കാലം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവര് അതൊക്കെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അവര് നിങ്ങളിലേക്ക് വീണ്ടും വരുന്നു എന്നാണ് ഈ സിക്സ് ഓഫ് സോഡ്സ് പറയുന്നത്. അപ്പം ഇത് ഒരു പുതിയ യാത്ര ആരംഭിക്കാൻ അവർ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ പുതിയ ഒരു ജീവിതം ആരംഭിക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പം പാസ്റ്റില് ചിലപ്പം ഇതൊരു കർമ്മയായിരിക്കും കേട്ടോ. പാസ്റ്റിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നതോ ഈ സെപ്പറേഷനോ ഒക്കെ ഒരു കർമ്മയായിരിക്കണം. പാസ്റ്റ് ലൈഫിൽ നിങ്ങളോ അവരോ ഒക്കെ ചെയ്തു വെച്ചാൽ കർമ്മത്തിന്റെ ഫലം ഈ ഒരു ജന്മത്തിൽ വന്ന് അനുഭവിച്ചിട്ട് കുറേ പെയിനൊക്കെ എടുത്തതായിരിക്കണം. അപ്പോൾ പക്ഷെ ഇപ്പൊ തിരിച്ചറിവുണ്ട്, ഈ ഒരു സമയം അവർ മനസ്സിലാക്കുന്നുണ്ട് ഇതല്ലായിരുന്നു ഞാൻ ചെയ്യേണ്ടിയിരുന്നത്. ഈ ഒരു ഈ ഇപ്പൊ അവരുടെ ഏത് ആൾക്കാരുടെ കൂടെയാണോ ഉള്ളത് അവരല്ല യഥാർത്ഥത്തിൽ ഇവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത് എന്ന് അവർ ഈ ഒരു സമയം തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവിന്റെ ഫലമായിട്ടാണ് അവർ ഒരു പുതിയ യാത്ര ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. സെവൻ ഓഫ് കപ്പിന്റെ എനർജിയാണ് ഇതില്. മറ്റ് കുറേ ആൾക്കാര്, കുറേ എനർജീസ് ഇവരുമായിട്ട് കണക്റ്റഡ് ആണ്. കുറേ സാഹചര്യങ്ങൾ ഇവരുമായിട്ട് കണക്റ്റഡ് ആണെന്നാണ് കാണുന്നത്. അപ്പോൾ ചിലപ്പം ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ പെട്ടെന്ന് വിട്ടുപോകാൻ ഇവർക്ക് പറ്റുന്നുണ്ടായിരിക്കൂല. അപ്പം ആകെ ഒരു കൺഫ്യൂഷനാണ്. ഇറങ്ങണം എന്ന് വിചാരിച്ചാൽ പോലും അവിടെ വീണ്ടും തിരിച്ച് ചെല്ലേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട് എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. എന്തോ ഒരു നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് അവരെ പുറകോട്ട് വലിക്കുന്നുണ്ട്. നയൻ ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. പിന്നെ കുറെ ആൾക്കാർക്ക് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോകുന്നു എന്നുള്ളതാണ്. ഉറക്കമില്ല. അത് ചിലപ്പം അവർ ചെയ്ത കാര്യങ്ങളൊന്നും അത്ര നല്ലതല്ല എന്ന് വിചാരിക്കുമ്പോഴായിരിക്കാം. ചിലപ്പോൾ അവർ കർമ്മഫലത്തെ ഭയങ്കരമായിട്ട് ഇപ്പം പേടിക്കുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. നിങ്ങൾ ചിലപ്പോൾ അവരെ വളരെ സിൻസിയറായിട്ടാണ് സ്നേഹിച്ചതെങ്കിൽ ഈ ഒരു സമയം അവർ ആ ഒരു കർമ്മ അവരിൽ തിരിച്ചടിക്കുന്നു എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഒരു കുറെ ആൾക്കാർക്കും ഇതൊരു പേടിപ്പെടുത്തുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് ഒരു തോന്നലുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. പക്ഷെ ഇത് നയൻ ഓഫ് സോഡ്സ് എന്ന് പറയുന്ന ഒരു പെയിൻഫുൾ എൻഡിങ് ആണ്. അത് എൻ്റെ ആകേണ്ട സമയമായി. അവർക്ക് പുറത്തുള്ള വേറെ കുറെ കാര്യങ്ങൾ എൻ്റെ ആകാനുള്ള സമയമായി എന്നുള്ളതാണ്. ആ ഒരു തിരിച്ചറിവ് അവർക്ക് ഈ ഒരു സമയമുണ്ട്. ടെൻ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ്. സോറി, ടെൻ ഓഫ് ഫാൻസിന്റെ എനർജിയാണ്. അപ്പോൾ താങ്ങാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഇവരുടെ ചുമലിലുണ്ട് എന്നുള്ളത്. കുറേ കർമ്മങ്ങൾ ഇവരുടെ ചുമലിലുണ്ട്. അപ്പൊ ഇവര് ചിലപ്പോ കുറേ നെഗറ്റീവ് കർമ്മ എടുത്ത തലയിൽ വെച്ച ആൾക്കാരായിരിക്കും. കുറേ ബാഡ് കർമ്മയും കൊണ്ടായിരിക്കും അവർ നടക്കുന്നത്. കാരണം അവർക്കത് ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റില്ല. അത്രയും വലിയ ബാഗേജ് ഉണ്ട് അവരുടെ കയ്യിൽ എന്നുള്ളതാണ്. അത് കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. അവർക്ക് ഈ ഒരു സമയം കുറേ സ്ട്രഗിളിങ് ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഒരു കാർമിക് സൈക്കിൾ എൻഡ് ആകുന്നുണ്ട് അവർക്ക്. അവര് ചിലപ്പോൾ പാസ്റ്റ് ലൈഫിലുള്ള കർമ്മങ്ങളായിരിക്കാം, ചിലപ്പോൾ ഈ ഒരു ജന്മത്തിൽ അവർക്കുള്ള കർമ്മങ്ങളും കൊണ്ട് ആ കർമ്മഭാരങ്ങൾ കൊണ്ടാണ് അവർ നടക്കുന്നത് എന്നുള്ളതാണ്. കൂടാതെ ഇവർക്ക് കുറേ ഉത്തരവാദിത്വങ്ങൾ ഉണ്ടായിരിക്കാം. ഫാമിലിയുടെയോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിലോ ഒക്കെ കുറേ ബാഗേജ് ഇവർക്ക് ഉണ്ട് എന്നാണ് കാണുന്നത് ഈ ഒരു സമയം. നയൻ ഓഫ് വാൺസും സോറി ടെൻ ഓഫ് വാൺസും ടെൻ ഓഫ് സോഡ്സും ആണ്. അപ്പം ശരിക്കും മനസ്സുകൊണ്ട് അവർ നിങ്ങളോട് ഒരുപാട് ഫൊർഗീവ്നെസ് ചോദിക്കുന്നുണ്ടായിരിക്കും. കാരണം അവരിപ്പോൾ ഒരുപാട് കുറേ ആൾക്കാർ കുറേ പെയിനിലാണ്. അവരുടെ ഈ ടെൻ ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് അത് ഇവർക്ക് ഇത് നയൻ ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്, ടെൻ ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്. അപ്പം കുറേ ആൾക്കാർ ഭയങ്കര ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ അവർ കടന്നു പോകുന്നു എന്നുള്ളതാണ്. മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം, ശാരീരിക പ്രശ്നങ്ങൾ അവർക്ക് ഇപ്പോൾ ഈ സമയം ഉണ്ടാകാം. ടെൻ ഓഫ് വാൺസ് കുറേ കാർമികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ഏറ്റവും മോശമായിട്ട് ആണ് അവരിയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഇവരായിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലും വിട്ടു പോകണമെന്നും നിങ്ങളിലേക്ക് വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നത്. കാരണം അത്രയധികം സ്ട്രഗിൾ ഈ ഒരു സമയം ഈ ഒരു വ്യക്തി അനുഭവിക്കുന്നു എന്നാണ് കാണണം. അപ്പോൾ ഇവര്
വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ അതെങ്ങനെയെങ്കിലും എൻ്റെ ആകണം എന്ന് അവർ വളരെ അധികം ആഗ്രഹിക്കുന്നുമുണ്ട്. ടു ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ അവര് ഇപ്പൊ കണ്ണ് കെട്ടിയിട്ടുണ്ട്, എന്നാൽ പോലും അവർക്ക് ഒരു വിഷനുണ്ട്, അവരെന്താണ് ചെയ്യേണ്ടതെന്നൊരു അവരുടെ ഉൾക്കണ്ണിലൂടെ അവർക്ക് അത് മനസ്സിലാകുന്നുണ്ട് എന്നാണ് കാണുന്നത്. അപ്പം ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അത്രയും ഫെയർ അല്ല. കുറച്ച് ആൾക്കാർക്ക് ഒരു ബോധവും തിരിച്ചറിവും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ചില ആൾക്കാർക്ക് തിരിച്ചറിവ് ഉണ്ടെങ്കിൽ പോലും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ, അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.